മൂവാറ്റുപുഴയിൽ കനാൽ ഇടിഞ്ഞു വീണ് വൻ അപകടം. ഇന്നലെ വൈകിട്ട് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ലിങ്ക് റോഡിൽ പണ്ടപ്പള്ളിക്ക് 50 മീറ്റർ ദൂരെയാണ് അപകടം ഉണ്ടായത്. റോഡിലൂടെ കാർ പോയതിന് തൊട്ടു പിന്നാലെ കനാൽ ഇടിഞ്ഞ് എതിർവശത്തുള്ള വീടിന്റെ മതിലും ഗേറ്റും തകർത്ത് വെള്ളവും ചെളിയും അടക്കം വീട്ടുമുറ്റത്ത് വരെ എത്തുകയായിരുന്നു. ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു ദുരന്തമുണ്ടാകുന്ന സാഹചര്യം, അത്തരത്തിൽ ഒരു അപകടമുണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ കാറ് പോയതിന് തൊട്ട് പിന്നാലെ സംഭവിച്ചതുകൊണ്ട് അത് അത്തരത്തിൽ മറ്റു ചില ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും അല്പം ഭാഗ്യത്തോടുകൂടി രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ. ദൃശ്യങ്ങളിൽ കാണാം വീടിൻ്റെ ഉള്ളിലേക്ക് ചെളിയും മണ്ണും വെള്ളവും മറ്റും ഇരച്ചു കയറുന്നു. ഈ കനാൽ ഇടിഞ്ഞു വീണ്. ഡാനി ഇപ്പോൾ ചെയ്തത്. ഡാനി, എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ കനാൽ ഇങ്ങനെ തകരാറുള്ള സാഹചര്യം? രഞ്ജിത്ത്, ഇന്നലെ വൈകിട്ടോടുകൂടിയായിരുന്നു ഈ ദുരന്തം ഉണ്ടാകുന്നത്. മൂവാറ്റുപുഴയിലാണ്. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ലിങ്ക് റോഡിൽ പണ്ടപ്പള്ളിക്ക് സമീപം, അതായത് ഏതാണ്ട് 50 മീറ്റർ മുൻപെയാണ് ഈ അപകടം നടന്നത്. ഇത് 30 അടിയോളം ഈ താഴത്തെ റോഡിൽ നിന്ന് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, ആ വീടിനകത്തേക്ക് ഇരച്ചു കയറുന്ന ആ സ്ഥലത്ത് നിന്ന് 30 അടിയോളം ഉയരത്തിലാണ് MVIP എന്ന് പറയുന്ന ഈ കനാൽ കടന്നു പോകുന്നത്. മൂവാറ്റുപുഴ ഇറിഗേഷൻ വാലി പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു കനാലാണിത്. ഇത് പോകുന്നത് അതിനുശേഷം ഒരു വാഹനം കടന്നു പോയതിനു ശേഷം തലനാരിഴയ്ക്കാണ് അവർ രക്ഷപ്പെടുന്നത്. വെള്ളം ഇരച്ച് കയറുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. തുടർന്ന് പ്രദേശം, വെള്ളം വന്ന ഭാഗങ്ങൾ മൊത്തമായിട്ട് തന്നെ ഇടിഞ്ഞ് ആ വീടിനകത്തേക്ക് കയറുന്നു. റോഡിൽ ആകെ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഏതാണ്ട് 5 മണിക്കൂറോളം സമയം പോലീസും അഗ്നിരക്ഷാസേനയും പണിയെടുത്തിട്ടാണ് പിന്നീട് അവിടുന്ന് റോഡ് ഗതാഗത യോഗ്യമാക്കാൻ സാധിച്ചു. ഇതിലേറ്റവും ഭാഗ്യമെന്ന് പറയുന്നത് വലിയ ദുരന്തങ്ങൾ ഇതിൽ ഉണ്ടായില്ല എന്നതാണ്. ആരും ഇതിൽ അപകടത്തിൽ പെട്ടില്ല എന്നതാണ്. പക്ഷെ നിലവിൽ ഉള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് നാട്ടുകാർക്കടക്കം ഒരു ആക്ഷേപമുണ്ട്. കാരണം ഇത് പെരിയാർ ആ കനാലിന്റെ ഭാഗങ്ങൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല, വൃത്തിയാക്കുന്നില്ല, വെള്ളം തടസ്സപ്പെടാനുള്ള ഒരു കാരണങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നാളുകളായി അതിൽ കനാലിൽ വെള്ളമില്ലായിരുന്നു. പക്ഷെ വെള്ളം വന്ന സമയത്താണ് ഈ സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് മഴയോ മറ്റു കാരണങ്ങളോ ഒന്നും തന്നെ ഇതിന് ആയിട്ടില്ല എന്നതാണ്. വെള്ളം കടന്നു പോകുമ്പോൾ ഇതിൽ ഇടിഞ്ഞു താഴേക്ക് പോവുകയായിരുന്നു. മറ്റ് ഈ പ്രകൃതി കൂടി വലിയ രീതിയിലെ മഴയും മറ്റു സാഹചര്യങ്ങളും ആയിരുന്നെങ്കിൽ ഈ ആഘാതം വളരെ കടുത്തതാകുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴും ആ പ്രദേശവാസികൾ അതിന്റെ ഒരു നടുക്കത്തിൽ തന്നെയാണ്. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.